ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു RK-NEXT. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പൊ 10ാം ക്ലാസ്സുകാരതാ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അതായത് നിങ്ങൾ ആ ട്രാക്കിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ പരീക്ഷ ഇങ്ങ് വന്നിരിക്കുകയാണ്. അതായത് ഓണം എക്സാം ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണല്ലേ. ഓഗസ്റ്റ് 20 ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്തായാലും ഓണപരീക്ഷ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പരാതിയൊക്കെ പറയുകയാണെങ്കിൽ കൂടി, അതായത് ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ ഈ ട്രാക്കിലേക്ക് ഒന്ന് വന്നോട്ടെ എന്ന് നിങ്ങൾ പരാതി പറഞ്ഞാൽ പോലും എന്തായാലും ഓണം എക്സാം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും എല്ലാ സബ്ജക്ട്സിലെയും ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണടാ? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ. അതായത് ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും സ്കൂളിലെ ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടോ? എന്താണ് ഈ ചാപ്റ്ററിലുള്ളത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും അല്ലെ. ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ കുറെ കുട്ടികൾ ഞങ്ങളോട് സംശയം ചോദിക്കുന്നുണ്ട്. അതായത് മിസ് ഇൻഡിക്കേറ്റർ സൂചകങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ അറിയുന്നില്ല, അല്ലാതെ എന്താന്ന് മനസ്സിലാവുന്നില്ല, അതൊന്ന് പറഞ്ഞു തരുമോ? അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പേജിലും സൈഡിൽ കുറെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ആൻസേഴ്സ് എന്താണെന്ന് അറിയാതെ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പുതിയ 10ാം ക്ലാസ്സുകാരുടെ ബയോളജി SCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ നമ്മൾ പഠിക്കാൻ പോവാണ്. അതായത് ഇതിലെ ഓരോ സബ് ക്വസ്റ്റ്യൻസും ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാ വർക്ക്ഷീറ്റും അല്ലെങ്കിൽ എന്തൊക്കെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാം അല്ലെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചിട്ട് പഠിക്കാം. അതായത് എന്തായാലും നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് ക്ലിയർ ആവും. ആ രീതിയിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അതൊക്കെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ മക്കളെ, നോക്കിക്കേ. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്ട്രക്ചർ ഓഫ് DNA അല്ലടാ. അതായത് നമ്മുടെ DNA ഘടന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ DNA ഘടന കണ്ടുപിടിച്ച ആൾക്കാർ ആരൊക്കെയാ? രണ്ടാൾക്കാരുടെ പേര് പഠിക്കാനുണ്ട്, ഇപ്പൊ തന്നെ പഠിച്ചോളാം. നമ്മുടെ ജെയിംസ് വാട്സണും അതുപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്കും ആണ് അല്ലെ. ഇവരാണ് നമ്മുടെ DNA സ്ട്രക്ചർ ഘടന കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ DNA സ്ട്രക്ചർ എങ്ങനെയാണ് ഉള്ളത്? എങ്ങനെയാണ്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. അതായത് നമ്മുടെ DNA കാണാനിരിക്കുന്നത് എങ്ങനെയാണ്? 2 ഇഴകളുണ്ട്. ഈ 2 ഇഴകൾ ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെ. ഇവരിങ്ങനെ ചുറ്റുമ്പോൾ ഒരു ഹെലിക്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡബിൾ 2 ഇഴയുണ്ടല്ലോ, അപ്പൊ ഡബിൾ ഹെലിക്കൽ മോഡൽ. അതാണ് നമ്മുടെ DNA സ്ട്രക്ചറിനെ, ഘടനേനെ നമ്മൾ വിളിക്കുക അല്ലെ. അഥവാ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്താണ് മക്കളെ പറയുന്നത്? ചുറ്റുഗോവണി മാതൃക. DNA ഘടന എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് ചുറ്റുഗോവണി മാതൃകയാണ്. കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ജെയിംസ് വാട്സണും അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് ക്രിക്കുമാണ് അല്ലെ. അപ്പൊ DNA എന്താ? DNA ഫുൾ ഫോം മക്കളെ എന്താണ്? DNA ഫുൾ ഫോം എന്താണ് DNA ഫുൾ ഫോം? നിങ്ങൾക്കറിയാം DNA എന്ന് പറയുന്നത് DNA അല്ലടാ. DNA എന്ന് പറയുന്നത് എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലടാ. അപ്പൊ ന്യൂക്ലിക് ആസിഡ്, അപ്പൊ DNA എന്ന് പറയുന്നത് എന്താ? അതൊരു ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ. DNA എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിക് ആസിഡാ. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് എന്താ? മുത്തുമാല. അപ്പൊ മുത്തുമാല നമ്മൾ ഉണ്ടാക്കുന്നത് മുത്തുകൾ കൊണ്ടല്ലേ. അപ്പൊ കുറെ മുത്തുകൾ ഇങ്ങനെ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുമാലയാണ് നമ്മുടെ DNA എന്ന് പറയുന്നത് അല്ലെ. ന്യൂക്ലിക് ആസിഡ് മുത്തുമാലയാണെങ്കിൽ മുത്തുകൾ വേണം ഈ മുത്തുമാല ഉണ്ടാക്കാൻ. ആ മുത്തുകൾ എന്താണ് ഇവിടെ? അല്ല, ന്യൂക്ലിക് ആസിഡ് മുത്തുമാലയാണല്ലോ. മുത്തുമാല ഉണ്ടാക്കാൻ മുത്തുകൾ വേണ്ടേ? മുത്തുകൾ കോർത്തിട്ടല്ലേ മുത്തുമാല ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് എന്തുണ്ട് ഇവിടെ? ന്യൂക്ലിയോടൈഡ്. മുത്തുകൾ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പൊ നമുക്ക് 2 ന്യൂക്ലിക് ആസിഡാ പഠിക്കാനുള്ളത് കേട്ടോ. ഒന്ന് DNA ആണെങ്കിൽ മറ്റൊന്ന് എന്താണടാ? മറ്റൊന്ന് RNA ആണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാണ്? ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. എന്തിനെ കൊണ്ടാണ്? ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം DNAക്ക് 2 ഇഴകളുണ്ട്. ഇതൊരു ഇഴയാണെങ്കിൽ ഇത് മറ്റൊരു ഇഴയാണ്. ഇങ്ങനെ 2 ഇഴകളാണ് ആർക്കുള്ളത്? നമ്മുടെ DNA-ക്ക് ഉള്ളത്. ഈ 2 ഇഴകളും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാ? ന്യൂക്ലിയോടൈഡുകൾ കോർത്താണ് അല്ലെ. 2 ഇഴകളും ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡുകൾ കോർത്താണ്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയാ ഉള്ളത്? ന്യൂക്ലിയോടൈഡിൽ ഉള്ളത് പഞ്ചസാര തന്മാത്ര ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു ഷുഗർ മോളിക്യൂൾ അല്ലെ. പഞ്ചസാര തന്മാത്ര ഉണ്ടാവും. അപ്പൊ ഇവിടെ ഏത് പഞ്ചസാരയാ? ഏത് ഷുഗർ ആണ്?
റൈബോസ് ഷുഗർ ആണല്ലേ, 5 കാർബൺ ആറ്റം ഉള്ള റൈബോസ് ഷുഗർ ആണ്. പക്ഷെ DNA പേര് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. റൈബോ എന്നല്ല, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അല്ലെ. അതിന്റെ അർത്ഥം DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗർ. ഡിയോക്സി റൈബോസ് ഷുഗർ എന്താ പ്രത്യേകത എന്നറിയോ? ഒരു ഓക്സിജൻ കുറവാണ് നമ്മുടെ DNA-യിൽ അല്ലെ. ഒരു ഓക്സിജൻ കുറഞ്ഞത് കൊണ്ട് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. അപ്പം DNA-യിലുള്ള ന്യൂക്ലിയോടൈഡുകളിൽ കാണുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. റൈബോസ് ഷുഗർ തന്നെ, പക്ഷെ ഓക്സിജൻ കുറവാണ്, അപ്പൊ ഡിയോക്സി റൈബോസ് ഷുഗർ ആയി. അതുപോലെ എന്തുണ്ട്? ഒരു ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ എന്തുണ്ടാകും? നൈട്രജൻ ബേസ് ഉണ്ടാകും. നൈട്രജൻ ബേസ് ഉണ്ടാവും അല്ലെ. അപ്പം ഒരു പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പിന്നെ നൈട്രജൻ ബേസ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇതുപോലെയുള്ള ധാരാളം ന്യൂക്ലിയോടൈഡുകൾ കോർത്താണ് എന്തുള്ളത്? DNA-യുടെ 2 ഇഴകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലടാ, 2 ഇഴകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ DNA. ഇത് നമ്മുടെ 2 ഇഴകളും DNA-യുടെ അല്ലെ. ഈ 2 ഇഴകളെയും പരസ്പരം ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ എന്തുണ്ട്? പടികളുണ്ട്. കണ്ടില്ലേ? പടികളുണ്ട്. ഈ പടികൾ രൂപപ്പെട്ടിട്ടുള്ളത് ആരെ കൊണ്ടാ? പടികളെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ നൈട്രജൻ ബേസുകളുടെ ജോഡികൾ കൊണ്ടാണ്. പടികളെ ഉണ്ടാക്കിയിട്ടുള്ളത് നൈട്രജൻ ബേസുകളുടെ ജോഡികൾ കൊണ്ടാണ് അല്ലെ. അപ്പൊ ഏതൊക്കെയാണടാ വിവിധ തരം നൈട്രജൻ ബേസുകൾ? DNA-യിൽ കാണുന്ന വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ അല്ലെ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ഇഴയിലുള്ള ന്യൂക്ലിയോടൈഡിൽ ഗ്വാനിൻ ആണെങ്കിൽ തൊട്ടടുത്ത ഇഴയിലെ ന്യൂക്ലിയോടൈഡിൽ ഈ ഗ്വാനിനോട് ജോഡി ചേർന്ന് നമുക്ക് എന്ത് കാണാനേ പറ്റൂ? പെയർ ചെയ്തിട്ട് നമുക്ക് സൈറ്റോസിൻ കാണാനേ പറ്റൂ. അതായത് G എപ്പോഴും സീനോട് മാത്രമേ പെയർ ചെയ്യൂ. അവർ രണ്ടുപേരുടെയും ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ട്, 3 ഹൈഡ്രജൻ ബോണ്ട്. A ആണെങ്കിലോ അഡിനിൻ എപ്പോഴും തൈമിനോട് മാത്രമേ ജോഡി ചേരുള്ളൂ. എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്? 2 ഹൈഡ്രജൻ ബോണ്ട് അല്ലെ. അതായത് ഒരു ഇഴയിൽ എന്താണ്? അഡിനിൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇഴയിലുള്ള ന്യൂക്ലിയോടൈഡിൽ ഏത് നൈട്രജൻ ബേസ് ആയിരിക്കും? തൈമിൻ ആയിരിക്കും അല്ലെ. AT ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് അല്ലെ, GC ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഇവരെ കണ്ടോ നിങ്ങള്? നൈട്രജൻ ബേസിന്റെ ജോഡികളാണ് അല്ലെ. ഇതൊരു ജോഡി, ഇതൊരു ജോഡി, ഇതൊരു ജോഡി. കണ്ടോ? ജോഡികളാണ്. ഈ ജോഡികളാണ് എന്തുണ്ടാക്കുന്നത്? ഈ പടികൾ ഉണ്ടാക്കുന്നത്. ജോഡികളാണ് ഈ പടികൾ ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ A ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എടാ? ഇവിടെ A അഥവാ ഇവിടെ T അല്ലെ. ഇവിടെ ഒരു കളർ കൊടുത്തിട്ട് ഓറഞ്ച് കളർ ഇവര് എന്തിന്? തൈമിന് കൊടുത്തിട്ടുള്ള. അപ്പൊ ഇവിടെ T ആണെങ്കിൽ ഇവിടെ എന്ത് വരും? A വരും അല്ലടാ. A വരും. ഇവിടെ A ആണെങ്കിൽ ഇവിടെ എന്ത് വരും? T വരും അല്ലേ. ഇവിടെ G ആണെങ്കിൽ ഇവിടെ എന്ത് വരും? C വരും. ഇവിടെയോ G ആണെങ്കിൽ ഇവിടെ എന്ത് വരും? C വരും അല്ലേ. ഇങ്ങനെയാണ് നൈട്രജൻ ബേസിന്റെ ജോഡികൾ ചേരുന്നത്. ഇവരാണ് ഈ DNA-യുടെ 2 ഇഴകളുടെയും നടുക്കുള്ള പടികളെ ഉണ്ടാക്കുന്നത് അല്ല. ആ പടികളെ നമ്മൾ എന്താ വിളിക്കാന്നറിയ? ഈ പടികളെ വിളിക്കുന്ന പേര് റങ്സ് എന്നാ വിളിക്കുന്നത് കേട്ടോ. എന്താ വിളിക്കുന്നത്? നമ്മൾ റങ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇതാണ് നമ്മുടെ DNA-യുടെ ഘടന അല്ലെ. ഇതാണ് നമ്മുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA-യുടെ ചുറ്റുഗോവണി മാതൃക എന്ന് പറയുന്നത്. 2 ഇഴകളുണ്ട്. ഓരോ ഇഴയും ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് കേട്ടോ. ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. അപ്പൊ ഇഴയിൽ എന്തൊക്കെ കാണാൻ പറ്റും? സ്ട്രാൻഡ്. ഈ 2 ഇഴകൾ, ഈ 2 സ്ട്രാൻഡ് ഇല്ലേ, ആ സ്ട്രാൻഡിൽ കാണുന്നത് എന്തൊക്കെയാണ്? സ്ട്രാൻഡിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഷുഗറും ഫോസ്ഫേറ്റും ഇരിക്കുന്നത്. ഇഴകളിൽ കാണപ്പെടുന്നത് ആരെയൊക്കെയാണ്? അതായത് പഞ്ചസാര തന്മാത്രയും അതേപോലെ തന്നെ ഫോസ്ഫേറ്റും അല്ലെ. ഇതാ നോക്കിക്കേടാ, പഞ്ചസാര തന്മാത്രയും അതുപോലെ ഫോസ്ഫേറ്റും കാണപ്പെടുന്നത് ഇഴകളിലാണ്. പടികളിൽ കാണപ്പെടുന്നത് എന്താ? നൈട്രജൻ ബേസ് പെയേഴ്സ് ആണ് അല്ലെ. നൈട്രജൻ ബേസ് പെയേഴ്സ് ആണ്. എത്ര നൈട്രജൻ ബേസുകൾ ഉണ്ട്? 4 എണ്ണം. AT, GC, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലെ. യെസ്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നമുക്കറിയാം DNA ഉണ്ടാക്കിയിട്ടുള്ളത്, DNA ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഷുഗർ മോളിക്യൂൾ. DNA-യിലുള്ള ഷുഗർ, റൈബോസ് ഷുഗർ, ഒരു ഓക്സിജൻ കുറവ്. അപ്പൊ DNA-യിലുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതുപോലെ നൈട്രജൻ ബേസും കൂടിയാലാണ് എന്ത് വരുന്നത്? ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളോട് ഈ ഒരു 2 ഇഴകളുടെയും ഘടന വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാടാ വരയ്ക്കുക? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ. നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം?
നമ്മുടെ പഞ്ചസാര തന്മാത്രകളെ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം അല്ലെ. പഞ്ചസാര തന്മാത്ര നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസ് ഒരു ഇഴയാണ് ഇപ്പൊ വരച്ചിരിക്കുന്നത് അല്ലെ. ഒരു ഇഴയിലുള്ള പഞ്ചസാര തന്മാത്രകൾ വരച്ചിട്ടുണ്ട് അല്ലെ. മറ്റൊരു ഇഴ വരയ്ക്കുമ്പോൾ മിസ് ഇങ്ങനെയാ വരയ്ക്കുന്നത്. കണ്ടോ എന്താ പ്രത്യേകത? തലകുത്തനെയല്ലേ വരച്ചിരിക്കുന്നത്, തലകുത്തനെയാണ് വരച്ചിരിക്കുന്നത് അല്ലെ. അതായത് ഒരു ഇഴയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മറ്റൊരു ഇഴ കാണപ്പെടുന്നത്. ഒരു ഇഴയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ, അതായത് വിപരീത ദിശയിലാണ് മറ്റൊരു ഇഴ രൂപപ്പെട്ടിട്ടുള്ളത്. അതാണ് നിങ്ങൾ ഇവിടെ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കണ്ടോ, അപ്പൊ നമുക്ക് ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട് അല്ലെ. ഫോസ്ഫേറ്റ്. ഇവിടെ എന്തുണ്ട്? ഫോസ്ഫേറ്റ്. കണ്ടോ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. കണ്ടില്ലേ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്കിവിടെ ജോയിൻ ചെയ്യാം. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തെറ്റാതെ ജോയിൻ ചെയ്യാം കേട്ടോ, ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എന്ത് വേണം? നൈട്രജൻ ബേസ് വേണ്ടടാ. യെസ്, നൈട്രജൻ ബേസ് വേണം അല്ലേ. അപ്പൊ നൈട്രജൻ ബേസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു കളർ എടുക്കാം. ഓക്കെ, നൈട്രജൻ ബേസ്. അങ്ങനെ ധാരാളം ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് ന്യൂക്ലിക് ആസിഡായ DNA ഉണ്ടായിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ A ആണെങ്കിൽ ഇവിടെ എന്ത് വരും? T വരില്ലടാ. നടുക്ക് 2 ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ T ആണെങ്കിൽ ഇവിടെ A വരില്ലടാ. 2 ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ G ആണെങ്കിൽ ഇവിടെ C വരും, 3 ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ C ആണെങ്കിൽ ഇവിടെ G വരും, 3 ഹൈഡ്രജൻ ബോണ്ട് അല്ലെ. എത്ര ഹൈഡ്രജൻ ബോണ്ട് ആണ്? 3 ഹൈഡ്രജൻ ബോണ്ട്. ഇതാണ് നമ്മുടെ DNA സ്ട്രക്ചർ അല്ലെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ DNA സ്ട്രക്ചർ. ഇപ്പൊ നൈട്രജൻ ബേസ് എന്താന്നൊക്കെ ഒരു ചോദ്യം വന്നാൽ ഈസിയാണ്. അതായത് ആൽക്കലി സ്വഭാവമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നൈട്രജൻ ബേസ് എന്ന് വിളിക്കുക അല്ലെ. അതായത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു ബേസിക് നേച്ചർ, ആൽക്കലിയുടെ സ്വഭാവമുള്ള കോമ്പൗണ്ടുകളാണ് നമ്മുടെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു വർക്ക് ഷീറ്റ്. ഈ വർക്ക് ഷീറ്റ് നമുക്ക് ചെയ്യാം അല്ലെ, അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഈ വർക്ക് ഷീറ്റ് ചെയ്യാം. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ ഡിഎൻഎയിൽ എത്ര ഇഴകളാണുള്ളത്? 2 ഇഴയുണ്ട് അല്ലെ. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്, അതായത് സ്ട്രാൻഡ്സ് എന്ന് പറയുന്നത് ഇഴകൾ. ഈ ഇഴകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണടാ? ഒന്ന് ഷുഗർ മോളിക്യൂൾ അല്ലെ, ഷുഗർ മോളിക്യൂൾ പഞ്ചസാര തന്മാത്രയും അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് അല്ലടാ, ഫോസ്ഫേറ്റും. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് റങ്സ്, പടികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താ? നൈട്രജൻ ബേസ്. എന്താണ്? നൈട്രജൻ ബേസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസ്, വിവിധ തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? ATGC. ഫോർമേഷൻ ഓഫ് റങ്സ്, പടികൾ എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്? അതായത് നൈട്രജൻ ബേസ് പെയേഴ്സ് അല്ലെ, നൈട്രജൻ ബേസുകളുടെ ജോഡികൾ പെയേഴ്സ് ആണ് അവിടെ പടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് ബേസ് പെയറിംഗ് എന്നാണ് അടുത്ത ചോദ്യം. കണ്ടോ, മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിംഗ്. എങ്ങനെയാണ് നൈട്രജൻ ബേസുകൾ പെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? A ഡബിൾ ബോണ്ട് T, G ട്രിപ്പിൾ ബോണ്ട് C അല്ലടാ. യെസ്, മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. അതായത് ന്യൂക്ലിയോടൈഡിൽ ഏതൊക്കെ മോളിക്യൂളുകളാണ് ഉള്ളത്? ഏതൊക്കെയാണ്? ഷുഗർ മോളിക്യൂൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ് അല്ലെ. ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ കാണപ്പെടും? പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്തുണ്ട്? നൈട്രജൻ ബേസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ സൈഡിൽ ഒരു ചോദ്യം കണ്ടോ, ഹൗ ഡസ് നോർമൽ ഷുഗർ ഡിഫർ ഫ്രം എ ഷുഗർ മോളിക്യൂൾ ഇൻ DNA ഫൈൻഡ് ഔട്ട്. അതായത് ഒരു നോർമൽ ഷുഗർ, സാധാരണയായിട്ടുള്ള ഒരു പഞ്ചസാര തന്മാത്ര എങ്ങനെയാണ് DNA-യിലുള്ള പഞ്ചസാര തന്മാത്രയുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണടാ? അതായത് DNA-യിലുള്ള റൈബോസ് ഷുഗറിൽ ഒരു ഓക്സിജൻ കുറവാണ് അല്ലെ, ഒരു ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ഡിയോക്സി റൈബോസ് എന്ന് വിളിച്ചൂടെ? ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് വിളിക്കാം അല്ലെ. ഇതാണ് പ്രത്യേകത അല്ലെ, ഇതാണ് പ്രത്യേകത. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ? യെസ്, ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ DNA കാണപ്പെടുന്ന ക്രോമസോമിന്റെ സ്ട്രക്ചർ അല്ലെ. നിങ്ങൾ നോക്കിക്കേ, ഇതൊരു കോശം അല്ലെ, ഇതൊരു കോശമാണ് അല്ലെ, ഇതൊരു കോശമാണ്. കോശത്തിന്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ട്? ന്യൂക്ലിയസ്, മർമ്മമുണ്ട് അല്ലെ. ഇതെന്താ? ഇത് ന്യൂക്ലിയസ് ആണ് മക്കളെ, ഇത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിലാണ് നമ്മളിത് ഇങ്ങനെ ഒരാളെ കാണുക അല്ലെ. അയാളെ പേരെന്താ? ഇത് നമ്മുടെ ക്രോമസോം അല്ലേ, ഇത് നമ്മുടെ എന്താണ്?
ഇത് നമ്മുടെ ക്രോമസോം. അല്ലടാ, എക്സ് ആകൃതിയിൽ കാണപ്പെടുന്നത് ആരാണ്? ക്രോമോസോമുകളാണ്. ഈ ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ കൊണ്ടാണെന്നറിയോ? ഈ ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത് DNA കൊണ്ടും ചില പ്രോട്ടീനുകൾ കൊണ്ടുമാണ്. അല്ലെ? ഈ ക്രോമസോമിലാണ് നമ്മൾ DNA എന്ത് ചെയ്തിരിക്കുന്നത്? ദാ ഇങ്ങനെ ചുറ്റി 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 കോയിൽ ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത്, ക്രോമസോം രൂപപ്പെട്ടിരിക്കുന്നത് DNA കൊണ്ടാണ്. DNA മാത്രമല്ല, എന്തുകൂടിയുണ്ട്? ചില പ്രോട്ടീനുകൾ കൂടിയുണ്ട് അല്ലെ? ഈ DNA മടക്കി ചുരുട്ടിയാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ക്രോമോസോമിൽ നിന്ന് DNA നമ്മൾ അഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ നിവർന്നുള്ള DNA കിട്ടും. കണ്ടില്ലേ? ഇത് DNA. ഈ DNA ഓരോ ഭാഗങ്ങളെയും നമ്മൾ എന്താ വിളിക്കാന്നറിയോ? നമ്മൾ വിളിക്കുന്ന പേരാണ് ജീൻ. ഈ DNA ഓരോ ഭാഗങ്ങളെയും വിളിക്കുന്ന പേരെന്താണ്? ജീൻ എന്നാണ് അല്ലെ? ജീനുകളാണ് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലെ? അതാ മിസ്സിന്റെ മുടിയുടെ നിറം, മിസ്സിന്റെ മുടിയുടെ ടെക്സ്ചർ, മിസ്സിന്റെ കണ്ണിന്റെ നിറം, ത്വക്കിന്റെ നിറം, സ്കിന്നിന്റെ കളർ, മിസ്സിന്റെ ഹൈറ്റ്, മുഖത്തിന്റെ ഷേപ്പ്, മൂക്കിന്റെ ഷേപ്പ് അല്ലെ? ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ ശരീരത്തിലെ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ജീൻസ് ആണ്. ഈ ജീൻസ് എന്താ? ദേ ആർ പാർട്സ് ഓഫ് DNA, സെഗ്മെന്റ്സ് ഓഫ് DNA. അതായത് നമ്മുടെ DNA ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജീൻ എന്ന് വിളിക്കുക അല്ലെ? ഈ ജീൻ കാണപ്പെടുന്നത് DNA ഈ DNA ഇരിക്കുന്നത് എവിടെയാ? ക്രോമസോമിൽ. ക്രോമസോം ഇരിക്കുന്നത് എവിടെയാ? മർമ്മത്തിന്റെ ഉള്ളിൽ, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അല്ലെ? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പൊ എങ്ങനെയാ നമ്മള് ഈ ക്രോമോസോമിൽ ഈ DNA പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ സെൽസ്, കോശങ്ങളെ കാണാൻ പറ്റുമോ? കോശങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. സെൽസിനെ കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ നമുക്ക് ഒരു കോശം എങ്ങനെ ഇരിക്കുന്നത്, കോശത്തിന്റെ ഘടനയും കോശത്തിനെ കാണാൻ തന്നെ പറ്റുള്ളൂ. ആ കോശത്തിന്റെ ഉള്ളില് കോശത്തിനേക്കാൾ ചെറുതാണ് ആര്? നമ്മുടെ മർമ്മം, ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആരിരിക്കുന്നത്? DNA. കാരണം ന്യൂക്ലിയസിന്റെ ഉള്ളിലല്ലേ ക്രോമസോം. ആ ക്രോമസോമിലാണ് DNA ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഒരു കോശത്തിനേക്കാൾ ചെറുതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ക്രോമസോമിൽ നമ്മൾ 2.2 മീറ്റർ നീളമുള്ള DNA മടക്കി വെച്ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. DNA സൈസ് എന്ന് പറയുന്നത് എന്താ? ഓരോ ക്രോമസോമിലും 2 മീറ്റർ നീളമുള്ള, അല്ലെങ്കിൽ 2.2 കറക്റ്റ് പറഞ്ഞാൽ അത്രയും വലുപ്പമുള്ള DNA നമ്മൾ മടക്കി ചുരുട്ടി വെച്ചിരിക്കുക. ആ DNA എത്രയോ ചെറുതാണ് എന്ത്? നമ്മുടെ ന്യൂക്ലിയസും. അതിനേക്കാൾ എന്താ പറയുക, ഇത്രയും കൂടി വലുപ്പമുണ്ടോ നമ്മുടെ സെല്ല്? അത്രയേ ഉള്ളൂ അല്ലെ? അപ്പോ അത്രയും വലിയ DNA നമ്മൾ എങ്ങനെയാണ് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ക്രോമസോമിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അവരെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ? DNA എങ്ങനെയാണ് നമ്മൾ മടക്കി ചുരുട്ടി പാക്ക് ചെയ്ത് ക്രോമസോമിൽ വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? അതായത് നമുക്കറിയാം, ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത് 2 ആൾക്കാരെ കൊണ്ടാ. ഒന്ന് നമ്മുടെ DNA, മറ്റൊന്ന് എന്താ? നമ്മുടെ പ്രോട്ടീൻസ് അല്ലേ? പ്രോട്ടീൻസ്. അതായത് DNA ഇങ്ങനെ പാക്ക് ചെയ്യാൻ, DNA നമ്മൾ ഇങ്ങനെ ക്രോമസോമിൽ ഇങ്ങനെ മടക്കി ചുരുട്ടി വെക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോട്ടീൻസ് ഇല്ലേ? ആ പ്രോട്ടീൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. എന്താണ് വിളിക്കുക? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്നാ വിളിക്കുന്നത്. ഏകദേശം 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8. കണ്ടോ? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലെ? 8 എണ്ണം ഉണ്ട്. ഓക്കെ. ഈ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മള് DNA പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ഹിസ്റ്റോൺ ഒക്ടാമർ. 8 അല്ലെ? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കാം. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കാം. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ ആരിങ്ങനെ ചുറ്റിപ്പോവാണ്? നമ്മുടെ DNA. കണ്ടോ? നമ്മുടെ DNA ചുറ്റിപ്പോവാണ് അല്ലെ? ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവില്ലേ? അതായത് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ ആ ഒരു കെട്ട്, ആ ഒരു ഗ്രൂപ്പിനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുക അല്ലെ? അതിലിങ്ങനെ 2 തവണ ഇങ്ങനെ ചുറ്റിയിട്ടാണ് നമ്മുടെ DNA പോകുന്നു. അങ്ങനെയാണ് നമ്മൾ DNA പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ വന്നു? DNA വന്നു, അതുപോലെ തന്നെ ഹിസ്റ്റോൺ ഒക്ടാമർ വന്നു അല്ലെ? ഇത് രണ്ടും കൂടി വന്നിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ അല്ലെ? ഇത് രണ്ടും കൂടി വന്നിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താടാ? അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താ വിളിക്കുക? ന്യൂക്ലിയോസോം.
ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ കുറെ മുത്തുകള് നൂലിൽ കെട്ടിയ പോലെയാണ് നമുക്ക് തോന്നുക. ബീഡ്സ് ഓൺ സ്ട്രിങ് അല്ലെ? ബീഡ്സ് ഓൺ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ മുത്തുകൾ നമ്മളിങ്ങനെ കെട്ടിക്കോർത്ത് വെച്ച പോലെയാണ് ഈ ന്യൂക്ലിയോസോമിനെ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിലൂടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് ചിത്രം കൊടുത്തിട്ടില്ലേ? കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഇത് കണ്ടോ? അതായത് ഇത് നമ്മുടെ DNA ആണല്ലേ? ഇത് നമ്മുടെ DNA ആണ്. ആ DNA നമ്മൾ എന്തിലിങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്? ഹിസ്റ്റോൺ ഒക്ടാമറിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു സ്ട്രക്ചറിന്, അതായത് DNA-യും ഈ ഹിസ്റ്റോൺ ഒക്ടാമറും കൂടി കൂടിയാലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? ന്യൂക്ലിയോസോം എന്ന് വിളിക്കുക അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മൾ DNA-നെ ഒക്ടാമറിൽ ചുറ്റും, എന്നിട്ട് ന്യൂക്ലിയോസോം ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ ന്യൂക്ലിയോസോംസ് ഉണ്ടാവും അല്ലെ? ഇങ്ങനത്തെ കുറേ ന്യൂക്ലിയോസോംസ് ഉണ്ടാവും. ഈ കുറേ ന്യൂക്ലിയോസോംസിനെ നമ്മൾ ആദ്യം കോയിൽ ചെയ്ത് വീണ്ടും മടക്കി ചുരുട്ടി അതിനെ റീകോയിൽ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ക്രോമസോം ഉണ്ടാവുന്നത് അല്ലെ? എന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ക്രോമസോം ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം എന്താ? DNA-നെ ഹിസ്റ്റോൺ ഒക്ടാമറിൽ ചുറ്റുന്നു, ന്യൂക്ലിയോസോം. ആ ന്യൂക്ലിയോസോമിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ മടക്കി ചുരുട്ടി കോയിൽ ചെയ്ത് റീകോയിൽ ചെയ്ത് അവസാനം നമുക്ക് എന്തുണ്ടായി? ക്രോമസോം ഉണ്ടായി. കണ്ടില്ലേ? ക്രോമസോം ഉണ്ടായി. അങ്ങനെയാണ് ക്രോമസോം രൂപപ്പെടുന്നത് അല്ലടാ? അങ്ങനെയാണ് ക്രോമസോം രൂപപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ടേബിൾ കണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. കൃത്യമായിട്ട് എന്താണ് ഒക്ടാമർ, എന്താ ന്യൂക്ലിയോസോം എന്നുള്ളതൊക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ? ആ ഇൻഡിക്കേറ്റേഴ്സിലൂടെ നമുക്കൊന്ന് പോയാലോ? അപ്പൊ ഇതിന്റെ മുന്നേ ഒന്നും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായില്ല അല്ലെ? വർക്ക്ഷീറ്റ് മാത്രമേ നമുക്ക് ഉണ്ടായില്ലോ. ആ വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കൊന്ന് ചെയ്യാം. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമസോംസ്, അതായത് ക്രോമസോമിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണ്? ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനെ കൊണ്ടാണെന്ന ചോദ്യം. എന്തിനെ കൊണ്ടാണ്? DNA-നെ കൊണ്ടും ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ കൊണ്ടും അല്ലേ? DNA-നെ കൊണ്ടും അതുപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ കൊണ്ടുമാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ക്രോമസോം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻ, അതായത് 8 എണ്ണം ഹിസ്റ്റോൺ ഒക്ടാമറും കൂടി ചേർന്നാൽ അതെന്താണ്? അത് നമ്മുടെ ന്യൂക്ലിയോസോം ആണല്ലേ? ന്യൂക്ലിയോസോം ആണ്. അപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? DNA, അതുപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അല്ലടാ? ഇത് രണ്ടും കൂടിയാൽ നമുക്ക് എന്ത് കിട്ടും? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസും DNA-യും കൂടിയാൽ ന്യൂക്ലിയോസോം കിട്ടും. ന്യൂക്ലിയോസോം, ഹിസ്റ്റോൺ ആൻഡ് ന്യൂക്ലിയോസോം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രോട്ടീൻസിനെ ആണ് നമ്മൾ ഹിസ്റ്റോൺസ് എന്ന് വിളിക്കുന്നത് അല്ലെ? ന്യൂക്ലിയോസോം എന്താന്ന് പറഞ്ഞില്ലേ? അതായത് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, അതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടിയാൽ എന്താണ്? ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ DNA-നെ നമ്മൾ ചുറ്റി വെച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ന്യൂക്ലിയോസോം കിട്ടി. ഫോർമേഷൻ ഓഫ് ക്രോമസോം, എങ്ങനെയാണ് ക്രോമസോം ഉണ്ടാവുന്നത്? സിമ്പിൾ ആണ്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് ക്രോമസോം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കുറേ ന്യൂക്ലിയോസോമുകളെ നമ്മൾ എന്ത് ചെയ്യും? മടക്കി ചുരുട്ടി പാക്ക് ചെയ്ത് കോയിൽ ചെയ്ത് ന്യൂക്ലിയോസോമുകളുടെ ചെയിൻ ഉണ്ടാക്കും. ആ ന്യൂക്ലിയോസോമിന്റെ ചെയിൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ചുരുട്ടി വെക്കും. റീകോയിൽ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ക്രോമോസോമുകൾ ഉണ്ടാവുന്നത് അല്ലടാ? ക്രോമോസോമുകൾ ഉണ്ടാവുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ക്രോമാറ്റിഡ് എന്താണ്? എന്താ ക്രോമാറ്റിഡ്? എന്താണ്? ഒരു വാക്കും കൂടി ഉണ്ട്, സെൻട്രോമിയർ. ക്രോമാറ്റിഡ് എന്താണ്? സെൻട്രോമിയർ എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ? അതായത് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്രോമസോം അല്ലെ? ഒരു ക്രോമസോം കണ്ടില്ലേ? സെൽ ഡിവിഷന്റെ സമയത്ത്, അതായത് കോശ വിഭജനം നടക്കുന്ന സമയത്ത് ഈ ക്രോമസോം അതിന്റെ കോപ്പി ഉണ്ടാക്കും. അതായത് ക്രോമസോം ഇരട്ടിക്കും അല്ലെ? ക്രോമസോം ഇങ്ങനെ ഇരട്ടിച്ച് കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിന്റെ ഒരു കോപ്പി കൂടി ഉണ്ടാക്കും അല്ലെ? ഇതൊരു കോപ്പി കണ്ടോ, അതിന്റെ ഒരു കോപ്പി കൂടി ഉണ്ടാക്കും. ഇതാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ക്രോമസോമിന്റെ ഇരട്ടിക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. അപ്പൊ സെൽ ഡിവിഷൻ അഥവാ ഈ ഒരു കോശ വിഭജനത്തിന്റെ സമയത്ത് ഒരു ക്രോമസോം ഇരട്ടിച്ച് അതിന്റെ മറ്റൊരു കോപ്പി കൂടി ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ക്രോമസോമിന്റെ ഓരോ കോപ്പീനെയും നമ്മൾ എന്താ വിളിക്കുക? ക്രോമാറ്റിഡ് എന്നാ വിളിക്കുക. കണ്ടില്ലേ, ഇതൊരു ക്രോമാറ്റിഡ് ആണ്. ഇതെന്താണ്? ഇതൊരു ക്രോമാറ്റിഡ് ആണ്. മിസ് കട്ടി കുറയ്ക്കാം കേട്ടോ. യെസ്, ഇതെന്താണ്? ഇതൊരു ക്രോമാറ്റിഡ് ആണ്. ആൻഡ് ഇത് മറ്റൊരു ക്രോമാറ്റിഡ് ആണ്. അത് മാത്രമല്ല, ഈ ക്രോമാറ്റിഡ്സ് നേരെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇത് നടുക്ക് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് അല്ലെ? കണ്ടോ, നടുക്ക് കാണുന്ന ഈ ഒരു സ്ട്രക്ചർ,
ഈ നടുക്ക് കാണുന്ന ഘടനയിലേക്ക്, ആ ഒരു സ്ട്രക്ചറിലേക്ക്, ആ നടുക്കുള്ള ഭാഗത്തിലേക്കാണ് ക്രൊമാറ്റിഡുകൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അല്ലെ, ഈ നടുക്കുള്ള ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? സെൻട്രോമിയർ. എന്താണ് വിളിക്കുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. കണ്ടില്ലേ, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്നത് എന്താ? അതായത് ക്രോമസോമുകളുടെ ഭാഗങ്ങളാണ് ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത്. അവര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് സെൻട്രോമിയറിലേക്കാണ്. ഈ ക്രൊമാറ്റിഡ് ഉണ്ടാവുന്നത് ക്രോമസോം ഇരട്ടിക്കുന്ന സമയത്താണ്. എന്താ ക്രൊമാറ്റിഡ്? ക്രോമസോമിന്റെ തന്നെ അതിന്റെ കോപ്പിയെ, അല്ല അതിന്റെ മറ്റൊരു കോപ്പിയെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിഡ്. ഇപ്പൊ ഇവിടെ മറ്റൊരു ചോദ്യം കൊടുത്തിട്ടുണ്ടല്ലോടാ, മറ്റൊരു ചോദ്യം കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കണ്ട നിങ്ങള്, ഇതാണ് സെൻട്രോമിയർ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത് കേട്ടോ. ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആൻഡ് ക്രോമസോം? ക്രൊമാറ്റിൻ റെറ്റിക്കുലം, അതായത് ക്രൊമാറ്റിൻ ജാലികയും ക്രോമസോമും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു കോശം, ഇത് കോശമാണ്, ഇത് നമ്മുടെ ഒരു കോശം. ഈ കോശത്തിന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയസ് ഇരിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മള് സാധാരണ ഒരു കോശത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അതായത് ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? ക്രൊമാറ്റിൻ ജാലികയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് DNA നമുക്ക് ഏത് രൂപത്തിലാണ് കാണാൻ പറ്റുക? ക്രൊമാറ്റിൻ റെറ്റിക്കുലം, ക്രൊമാറ്റിൻ ജാലികയായിട്ടാണ്. പക്ഷെ കോശം വിഭജിക്കുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? ഇങ്ങനെയുള്ള ക്രോമസോമായിട്ട് മാറുന്നു, അല്ലെ? അതായത് ഈ ക്രൊമാറ്റിൻ ജാലികേനെ നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്ത് ചുരുട്ടി മടക്കി എന്താക്കും? ക്രോമസോം ആക്കി മാറ്റും. എപ്പം? സെൽ ഡിവിഷൻ, കോശ വിഭജനത്തിന്റെ സമയത്തല്ലേ? അപ്പൊ എന്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്? അൺകോയിൽഡ് ആയിട്ടുള്ള DNA, അതായത് അൺകോയിൽഡ് ആയിട്ടുള്ള ഇങ്ങനെ നിവർന്നിരിക്കുന്ന, അതായത് ഇങ്ങനെ നീണ്ടു നിവർന്നിരിക്കുന്ന അഴിച്ചുവിട്ട DNA ഇല്ലേ? അതായത് ലൂസായി കിടക്കുന്ന DNA, ആ ഒരു അൺകോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൂസായി കിടക്കുന്ന DNA നമ്മൾ വിളിക്കുന്ന പേരെന്താ? ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താ വിളിക്കുന്നത് മക്കളെ? അതിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം, അല്ലെ? ലൂസ്ലി ഫോൾഡഡ് ആയിട്ടുള്ള DNA അഥവാ അൺകോയിൽഡ് DNA. അപ്പൊ എന്താ ക്രോമസോം? ക്രോമസോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? DNA ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു എക്സ് ഷേപ്പിൽ മാറ്റും, അല്ലെ? അതാണ് ക്രോമസോം. അതായത് കണ്ടൻസ്ഡ് ഫോം ഓഫ് DNA, പാക്ഡ് ഫോം ഓഫ് DNA, അതായത് നന്നായിട്ട് കോയിൽ ചെയ്ത, അല്ലെ? നന്നായിട്ട് നമ്മൾ കോയിൽ ചെയ്തിട്ടുള്ള DNA മടക്കി ചുരുട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു DNA ഫോം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രോമസോംസ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ചില പ്രോട്ടീൻസ്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്, അല്ലെ? അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്തിലേക്ക് പോവാം? നമ്മുടെ ക്രോമസോമിലേക്ക് പോവാം, അല്ലെ? ക്രോമസോംസിലേക്ക് പോവാം. അപ്പൊ മക്കൾക്ക് അറിയാലോ, നമുക്ക് മൊത്തം, അതായത് നമ്മളൊരു സെല്ലെടുത്തു, ഒരു കോശം എടുത്തു, കോശത്തിന്റെ ന്യൂക്ലിയസ് എടുത്ത് നോക്കിയാലേ നമുക്ക് എത്ര ക്രോമസോംസ് കാണാൻ പറ്റും? 23 ജോഡി ക്രോമസോംസ്, അല്ലെ? 23 പെയേഴ്സ്, 23 ജോഡി ക്രോമസോം കാണാൻ പറ്റും. 23 ജോഡി എന്ന് പറയുമ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 46 ക്രോമസോംസ് ഇല്ലടാ. എത്ര എണ്ണം ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്, അല്ലെ? അതായത് മക്കളെ നോക്കിക്കേ, നമുക്ക്, അതായത് മനുഷ്യന്റെ ഒരു കോശത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മൊത്തം 23 ജോഡി ക്രോമസോംസ് കാണാൻ പറ്റും. 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് കാണാൻ പറ്റും. അതായത് മൊത്തം 46 എണ്ണം ഉണ്ട്. പക്ഷെ ഇത് തന്നെ 2 തരം ക്രോമസോമുകൾ ഉണ്ടടാ. എത്ര തരം? 2 തരം ക്രോമസോമുകൾ ഉണ്ട്. ഏതൊക്കെയാ 2 തരം ക്രോമസോമുകൾ? ഒന്ന് സൊമാറ്റിക് ക്രോമസോംസ്, സ്വരൂപ ക്രോമസോമുകൾ, അല്ലെ? മറ്റൊന്നെന്താ? സെക്സ് ക്രോമസോംസ്. എന്താണ്? സെക്സ് ക്രോമസോംസ്. സൊമാറ്റിക് ക്രോമസോംസും ഉണ്ട്, സെക്സ് ക്രോമസോംസും ഉണ്ട്. ഈ സൊമാറ്റിക് ക്രോമസോമിന്റെ ഫംഗ്ഷൻ എന്താ? സ്വരൂപ ക്രോമസോമുകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? അതായത് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക. അതായത് നമ്മുടെ വളർച്ച, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഇപ്പം മിസ് പറഞ്ഞു ഹെയറിന്റെ കളർ എന്താ, ഫേസിന്റെ ഷേപ്പ് എന്താ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക സൊമാറ്റിക് ക്രോമസോംസ് ആണ്, അല്ലെ? ലിംഗം നിർണ്ണയിക്കുക, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് സെക്സ് ക്രോമസോംസ്, അല്ലെ? ഇപ്പൊ സൊമാറ്റിക് ക്രോമസോംസ്, സെക്സ് ക്രോമസോംസ്. സൊമാറ്റിക് ക്രോമസോംസ് മൊത്തം 22 ജോഡി ഉണ്ട്. ക്രോമസോംസ് എപ്പോഴും ജോഡി ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? 22 പെയേഴ്സ്, അതായത് 44 എണ്ണം ഉണ്ട്. സെക്സ് ക്രോമസോംസ് ആണെങ്കിലോ 1 പെയർ, ഒരു ജോഡിയേ ഉള്ളൂ, അതായത് 2 എണ്ണം ഉള്ളത്. ഓക്കെ, അത് മാത്രമല്ല ഈ 2 എണ്ണം എന്ന് പറയുമ്പം ഒന്ന് എക്സും ഒന്ന് വൈയും ആണ്. അതായത് 2 തരം സെക്സ് ക്രോമസോംസ് ഉള്ളത്, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. ഇത് തന്നെ ഈ ഒരു ജോഡി സ്ത്രീകളിൽ എങ്ങനെയാ കാണപ്പെടുന്നത്? XX ആയിട്ട്. അപ്പൊ പുരുഷന്മാരിൽ എങ്ങനെയാ കാണപ്പെടുന്നത്? XY ആയിട്ട്. കണ്ടില്ലേ?
അതായത് നമുക്ക് എല്ലാവർക്കും പുരുഷനും സ്ത്രീക്കും ഒക്കെ 22 ജോഡി സൊമാറ്റിക് ക്രോമസോം സ്വരൂപ ക്രോമസോമുകൾ ഉണ്ട് അല്ലെ. അവസാനത്തെ ഒരു ജോഡി എന്ന് പറയുന്നത് എന്താ? അത് സെക്സ് ക്രോമസോം ആണ്, ലിംഗനിർണയ ക്രോമസോമുകളാണ്. അത് പുരുഷന്മാരിൽ XY ആയിട്ടാണ് ജോഡി കാണപ്പെടുന്നതെങ്കിൽ സ്ത്രീകളിൽ XX ആയിട്ടാണ് ആ ഒരു ജോഡി കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. അത് മാത്രമല്ല ഓരോ ജോഡി ക്രോമസോം നിങ്ങൾ എടുത്ത് നോക്കുക. പ്രത്യേകിച്ച് സൊമാറ്റിക് ക്രോമസോം സ്വരൂപ ക്രോമസോമുകൾ നിങ്ങൾ ഓരോ ജോഡി എടുത്ത് നോക്കുക. ഓരോ ജോഡിയിലെയും 2 പേർ ഒരുപോലെ ആയിരിക്കുക. അതായത് ഇത് കണ്ടോ നിങ്ങൾ, ഇത്രയും എണ്ണം, ഈ 22 ജോഡിയും സൊമാറ്റിക് ക്രോമസോംസ് ആണ്, സ്വരൂപ ക്രോമസോമുകളാണ്. അതിൽ ഓരോ ജോഡിയിലെ 2 ക്രോമസോമും എടുത്ത് നോക്കിയാൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്, ഐഡന്റിക്കൽ ആണ് അല്ല, ഐഡന്റിക്കൽ ആണ്, ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ജോഡിയിലെ ഒരേപോലെ ഇരിക്കുന്ന ക്രോമസോം അല്ലെ, അതായത് ഐഡന്റിക്കൽ ക്രോമസോംസ്, അവരെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു ജോഡിയെ നമുക്ക് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കാടാ. എന്ത് വിളിക്കാം? ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കാം. അവരെ നമുക്ക് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കാം. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ജോഡിയിൽ 2 ക്രോമസോം ഉണ്ടല്ലോ അല്ലെ, ഒരുപോലെയുള്ള 2 ക്രോമസോം, അതാണല്ലോ ഹോമോലോഗസ് ക്രോമസോംസ്. അതിൽ ഒരു ക്രോമസോം വന്നിരിക്കുന്നത് നമ്മുടെ ആരിൽ നിന്നാണ്? നമ്മുടെ ഫാദർ, അച്ഛനിൽ നിന്നാണെങ്കിൽ മറ്റൊരു ക്രോമസോം നമുക്ക് ആരിൽ നിന്ന് കിട്ടിയതാണ്? മദർ, നമ്മുടെ അമ്മയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്, എന്തുകൊണ്ടാണ് ക്രോമസോമുകൾ ജോഡിയായി കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ജോഡിയായി കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രോമസോമുകൾ ജോഡിയായി കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ സെക്സ് ക്രോമസോം അങ്ങനെയല്ല കേട്ടോ. ലിംഗനിർണയ ക്രോമസോമുകൾ അങ്ങനെയല്ല. എക്സും വൈയും നിങ്ങൾ നോക്കിയാൽ Y ചെറിയ ക്രോമസോമാണ്. Y എന്ന് പറയുന്നത് ചെറിയ ക്രോമസോം ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഒരു ജീൻ SRY ജീന്, ഇതൊരു തരം ജീനാണ്. ആ ജീൻ ഇരിക്കുന്നത് Y ക്രോമസോമിലാണ്. ഇത് എന്തിനാണെന്നറിയോ? എംബ്രിയോ, നമ്മൾ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ടെസ്റ്റസ് ഇല്ലേ, വൃഷണങ്ങളില്ലേ, ഇത് ഡെവലപ്പ് ചെയ്യാൻ, വളരാനൊക്കെ സഹായിക്കുന്ന ജീനാണ് SRY ജീൻ. ഇതിരിക്കുന്നത് Y ക്രോമസോമിലാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കൊണ്ട് മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ്, വിവിധ തരം ക്രോമസോമുകൾ ഏതൊക്കെയാണടാ? സ്വരൂപ ക്രോമസോമുകൾ, സൊമാറ്റിക് ക്രോമസോം അഥവാ സ്വരൂപ ക്രോമസോമുകളും, പിന്നെന്താണ്? ലിംഗനിർണയ ക്രോമസോം, സെക്സ് ക്രോമസോമും അല്ലെ. ഓക്കെ അല്ലേ? സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് ദിയർ ഫങ്ഷൻസ്. സൊമാറ്റിക് ക്രോമസോം മൊത്തം 22 ജോഡി അഥവാ 44 എണ്ണം ഉണ്ട്. ഫങ്ഷൻ എന്താ? അവര് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സെക്സ് ക്രോമസോം ആണെങ്കിൽ ഫങ്ഷൻ എന്താണ്? ധർമ്മം എന്താ? നമ്മുടെ ലിംഗം നിർണ്ണയിക്കും. കുഞ്ഞാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് സെക്സ് ക്രോമസോംസ് ആണ് കേട്ടോ. ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയാൻ കാരണം എന്താ? അതായത് സൊമാറ്റിക് ക്രോമസോം 22 ജോഡി ഉണ്ട്. അതിൽ ഓരോ ജോഡിയിലെ 2 ക്രോമസോമുകളും എന്താ? ഐഡന്റിക്കൽ, ഒരുപോലെയല്ലേ ഇരിക്കുന്നത് അല്ലെ. ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും അല്ലേ വന്നത്. അതുകൊണ്ട് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയാം. സെക്സ് ക്രോമസോംസ് ആൻഡ് ദിയർ ഫങ്ഷൻ. സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് 2 എണ്ണേ ഉള്ളൂ, ഒരു ജോഡിയേ ഉള്ളൂ അല്ലെ. ഏതൊക്കെയാ? എക്സും ഉണ്ട്, വൈയും ഉണ്ട്. സ്ത്രീകളിൽ XX, പുരുഷന്മാരിൽ XY. ഫങ്ഷൻ എന്താ? സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗം നിർണ്ണയിക്കും അല്ലെ. സെക്സ് ഡിറ്റർമിനേഷൻ, ലിംഗനിർണ്ണയം, കുഞ്ഞാണോ പെണ്ണോ എന്ന് നിർണ്ണയിക്കും. അതാണ് സെക്സ് ക്രോമസോമിന്റെ ഫങ്ഷൻ. ഇവിടെ ഒരു ചോദ്യം ഉണ്ട് മക്കളെ, മിസ്സിന് ഇതിന് ആൻസർ അറിയാം. ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞു തരാം. ഓക്കെ, പക്ഷെ ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ കമന്റ് ചെയ്യണം. ആർ ദർ മൾട്ടിപ്പിൾ ഓർഗാനിസംസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ക്രോമസോംസ്? ഫൈൻഡ് ഔട്ട്. അതായത് ഒരേ എണ്ണം ക്രോമസോം, സെയിം നമ്പർ ഓഫ് ക്രോമസോം ഉള്ള വിവിധ തരം ജീവികൾ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ പീജിയൻ ടർക്കി. ഓക്കെ, പീജിയൻ ആൻഡ് ടർക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. പീജിയനും ടർക്കിയും, ഇവർക്ക് 2 പേർക്കും ഒരു പ്രത്യേകതയുണ്ട്. 2 പേർക്കും 80 ക്രോമസോംസ് ആ ഉള്ളത്. ഒരേ എണ്ണം ക്രോമസോം, 80 ക്രോമസോംസ് ആണുള്ളത്. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടിയാൽ മറക്കാതെ കമന്റ് ചെയ്യാം കേട്ടോ. മിസ് നോക്കുവേ, കമന്റ് ചെയ്യാം. ഇനി ഈ ടേബിൾ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്താലോ? ഫീമെയിലിന്റെയും മെയിലിന്റെയും ജനിതക ഘടന, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാ ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ ആണെങ്കിൽ 44 സൊമാറ്റിക് ക്രോമസോമും XX സെക്സ് ക്രോമസോമും, മെയിലിൽ 44 + XY ആണ് വരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം 2 പേരിലും 46 എണ്ണം അല്ലേ മൊത്തത്തിലുള്ളത് അല്ല. 46, 44 സൊമാറ്റിക് ക്രോമസോമും 2 സെക്സ് ക്രോമസോമും. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം 2 പേരിലും 44 എണ്ണം അല്ലേ ഉള്ളത്. നമ്പർ ഓഫ് സെക്സ് ക്രോമസോം ആൻഡ് ദെയർ ടൈപ്പ്, 2 സെക്സ് ക്രോമസോം 2 പേരിലും ഉണ്ട്. ഫീമെയിൽ XX ആണെങ്കിൽ മെയിലിൽ അത് പുരുഷന്മാരിൽ XY ആയിരിക്കും അല്ലെ. സ്ത്രീയിൽ XXും പുരുഷനിൽ XY ആണ്. അപ്പൊ ആ ടേബിളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ,
ദ വൈ ക്രോമസോം ഓഫ് ഫാദർ ഇസ് ഇമ്പോർട്ടന്റ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. വൈ ഫൈൻഡ് ഔട്ട്. അതായത് കുഞ്ഞിന്റെ ലിംഗം നിർണ്ണയിക്കുന്നത് അച്ഛനാണ്, അമ്മയല്ല. അത് എന്തുകൊണ്ടാണെന്ന ചോദ്യം. എന്തുകൊണ്ടാണടാ? അതായത് അമ്മയിൽ കാണപ്പെടുന്നത് XX ആണ്. അമ്മയിലെ ലിംഗനിർണയ ക്രോമസോം XX ആണ്. അച്ഛനിലെ ലിംഗനിർണയ ക്രോമസോം എന്ന് പറയുന്നത് എന്താ? XY ആണ്. വൈ ക്രോമസോം ഉള്ളത് ആരിൽ മാത്രമാണ്? അച്ഛനിൽ മാത്രമാണ്. അപ്പൊ അച്ഛനിൽ നിന്ന് വൈ ക്രോമസോം വരുമ്പോ അമ്മയുടെ X ക്രോമസോമും കൂടി കൂടിയിട്ടാണ് അവിടെ ആൺകുട്ടി ജനിക്കുന്നത്. അച്ഛനിൽ നിന്ന് വരുന്ന X ആണെങ്കിലോ Xും അമ്മയുടെ Xും അച്ഛന്റെ Xും കൂടി പെൺകുട്ടിയെ ജനിക്കുന്നത്. അപ്പൊ അച്ഛനിൽ നിന്ന് വരുന്ന ക്രോമസോം X ആണോ Y ആണോ അതിനനുസരിച്ചല്ലേ കുഞ്ഞാണോ പെണ്ണോ ആവുന്നേ. അപ്പൊ ശരിക്കും കുഞ്ഞിന്റെ ലിംഗം നിർണ്ണയിക്കുന്നത്, സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? അത് അച്ഛനാണ് കേട്ടോ. ആരാണടാ മക്കളെ? അത് അച്ഛനാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ മിസ് നേരത്തെ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു. അതായത് ന്യൂക്ലിക് ആസിഡ് 2 ടൈപ്പ് ഉണ്ട് അല്ലെ? ന്യൂക്ലിക് ആസിഡ് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? DNA, RNA. DNAയും RNAയും. അപ്പൊ നമുക്ക് DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ RNA എന്ന് പറഞ്ഞാൽ എന്താ? റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ RNA എന്ന് പറയുന്നത് എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലെ? അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ് മക്കളെ. നോക്കിക്കേ, DNA നമുക്കറിയാം ഇങ്ങനെ 2 ഇഴകളാണുള്ളത്. 2 ഇഴകൾ DNA ഉണ്ട്. RNA എത്ര ഇഴകളാണ് ഉള്ളത്? നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, ഇഴകളുടെ എണ്ണം. RNA 1 ഇഴയേ ഉള്ളൂ. കണ്ടോ നിങ്ങള്? ഒരൊറ്റ ഇഴ മാത്രമേ RNA ഉള്ളൂ. കണ്ടോ? ഒരൊറ്റ ഇഴ മാത്രമേ ആരിലുള്ളൂ? RNA ഉള്ളൂ. ഒരിഴ. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ. DNA ഉള്ളത് ഡിയോക്സി റൈബോസ് ഷുഗർ അല്ലെ? ഒരു ഓക്സിജൻ കുറവുള്ള ഷുഗർ, അതുകൊണ്ടാണ് അതിന്റെ പേര് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയത്. RNA റൈബോസ് ഷുഗർ അല്ലെ? റൈബോസ് ഷുഗർ. ഇപ്പൊ DNA RNA 5 കാർബൺ ആറ്റം ഉള്ള പെൻഡോസ് എന്ന് പറഞ്ഞാൽ 5 അല്ലെ? പെൻഡോസ് ഷുഗർ ആയിട്ടുള്ള റൈബോസ് ഷുഗർ തന്നെയാ. അപ്പൊ RNA റൈബോസ് ഷുഗർ, പക്ഷെ DNA റൈബോസ് ഷുഗറിൽ ഒരു ഓക്സിജൻ കുറവ്. അപ്പൊ ഡിയോക്സി റൈബോസ് ഷുഗർ അല്ലെ? നൈട്രജൻ ബേസിലുള്ള പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. DNA നമ്മൾ പഠിച്ചിരിക്കുന്നത് ATGC അല്ലടാ, ATGC. RNA A പെയർ ചെയ്യുന്നത് തൈമിനായിട്ടല്ല, തൈമിനില്ല. അതിന് പകരം ഉള്ളത് ആരാണ്? യുറാസിൽ. A ഡബിൾ ബോണ്ട് U, G ട്രിപ്പിൾ ബോണ്ട് C. എഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ അല്ലെ? എഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. തൈമിൻ DNA യുറാസിൽ RNA ആ ഒരു നൈട്രജൻ ബേസിൽ വ്യത്യാസമുണ്ട്. അപ്പൊ DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു വെച്ചോളാം. ഇഴകളുടെ എണ്ണം, ഷുഗർ മോളിക്യൂൾ പഞ്ചസാര തന്മാത്രയിലുള്ള വ്യത്യാസവും നൈട്രജൻ ബേസിലുള്ള വ്യത്യാസവുമാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സും കൂടി ഉണ്ട്. എവിടെയാണ്? പ്രോട്ടീൻ സിന്തസിസ്. എന്താ സംഭവം? മിസ് പറഞ്ഞു. അതായത് ഇത് നമ്മുടെ കോശം, കോശത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോം അല്ലെ? ക്രോമസോം മിസ് പുറത്തേക്ക് എടുത്തിട്ടോ. ക്രോമസോമേ പുറത്തേക്ക് എടുക്കാനൊന്നും പറ്റില്ല, ആവശ്യം മിസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ക്രോമസോമിലാണ് DNA ഇരിക്കുന്നത് അല്ലെ? DNA ഇരിക്കുന്നത് കണ്ടോ? DNA ഇരിക്കുന്നത്. അപ്പൊ DNA മിസ് എന്ത് ചെയ്യാ? ഇങ്ങനെ നിവർത്തുകയാണ്. ഇതാണ് നമ്മുടെ DNA. കണ്ടില്ലേ? DNA. അപ്പൊ ഈ DNAയുടെ ഓരോ ഭാഗത്തിനെയും വിളിക്കുന്ന പേരെന്താ? ജീൻ അല്ലേ? എന്താ ജീനിന്റെ ഫംഗ്ഷൻ? ജീനുകളാണല്ലോ നമ്മളെ സ്വഭാവ ഗുണങ്ങൾ, ക്യാരക്ടേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാ. എങ്ങനെ? ജീനുകൾ പ്രോട്ടീൻ ഉണ്ടാക്കും. ജീനുകൾ സഹായിക്കുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തിനാണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് ജീനിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ആ പ്രോട്ടീനുകളാണ് ശരീരത്തിലെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്താ ജീനിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പ്രോട്ടീൻ സിന്തസിസ് അല്ലെ? പ്രോട്ടീൻ നിർമ്മാണമാണ്. പ്രോട്ടീൻ നിർമ്മാണം. എങ്ങനെയാ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീന് അല്ലെ? എങ്ങനെയാണ് ജീനുകൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് അല്ലെ? എങ്ങനെയാണ് ജീനുകൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്? മക്കളെ നോക്കിക്കേ, ഇത് നമ്മുടെ കോശം. സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞു തരാം. ഇത് നമ്മുടെ കോശം. ഓക്കെ, കോശം. ഒരു ബോക്സ് വരയ്ക്കാം അല്ലെ? കണ്ടോ? ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഇതിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ്. ഇത് നമ്മുടെ ന്യൂക്ലിയസ്. കോശം, കോശത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് ആരിയിരിക്കുന്നത്? ആരിയിരിക്കുന്നത്? നമ്മുടെ DNA. കണ്ടോ? ഇത് നമ്മുടെ DNA കേട്ടോ. ഇത് നമ്മുടെ DNA. കണ്ടോ? DNA ഇരിക്കുന്നത്. അപ്പൊ DNAയിലാണ് ആരിയിരിക്കുന്നത്? ജീനുകൾ ഇരിക്കുന്നത് അല്ല? DNAയിലാണ് ആരിയിരിക്കുന്നത്? ജീനുകൾ ഇരിക്കുന്നത്. അപ്പൊ ഈ ജീനുകളുടെ മെയിൻ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ DNAയിലുള്ള ജീനിലുമാണ്
ഒരു പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ട എല്ലാ മെസ്സേജുകളും സന്ദേശങ്ങളും ഇൻഫർമേഷൻസും ഒക്കെ ഇരിക്കുന്നത് അല്ലെ. അതായത് DNA-യിലുള്ള ജീനുകളാണ് പ്രധാനമായിട്ടും ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് ഈ DNA ആണ്, DNA-യിലുള്ള ജീനുകളാണ്. പക്ഷെ DNA-ക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ എന്താ ചെയ്യാ? നമ്മളൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും അല്ലെ. നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് എവിടെയെങ്കിലും കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ഫോട്ടോസ്റ്റാറ്റ് ആണ് നമ്മൾ എവിടെയെങ്കിലും ഏൽപ്പിക്കുക ആവശ്യ സമയം വരുമ്പോ. അതേപോലെ തന്നെ DNA-ക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ DNA എന്താണ് ചെയ്യുക? DNA ഒരു കോപ്പി ഉണ്ടാക്കും, DNA ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടാക്കും. അതായത് DNA-യിൽ നിന്ന് ആരുണ്ടാകും? ഒരു RNA. എന്താണടാ? ഒരു RNA ഉണ്ടാവും. ഈ RNA-യില് ഈ DNA എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും കൊടുക്കും അല്ലെ. ഈ RNA-യിലാണ് ഏത് പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നുള്ള എല്ലാ ഇൻഫർമേഷനും മെസ്സേജുകളും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ RNA-നെ നമുക്ക് എന്ത് വിളിക്കാം? mRNA, മെസ്സഞ്ചർ RNA എന്ന് വിളിക്കാം. ഈ mRNA ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ല പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ ഈ mRNA എന്താ ചെയ്യാന്ന് വെച്ചാൽ പുറത്തേക്ക് വരും, ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരും, അതായത് സൈറ്റോപ്ലാസത്തിലേക്ക് വരും. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ ഒരാളുണ്ട്. ആരാന്നറിയോ സൈറ്റോപ്ലാസത്തിലുള്ളത്? സൈറ്റോപ്ലാസത്തിൽ റൈബോസോം ഉണ്ട് അല്ല. ആരുണ്ട്? റൈബോസോം ഉണ്ട്. സൈറ്റോപ്ലാസത്തിൽ ആരുണ്ടടാ? റൈബോസോം ഉണ്ട് കേട്ടോ, റൈബോസോം. അപ്പൊ മക്കളെ നോക്കിക്കേ, റൈബോസോം, ഇതാണ് റൈബോസോം. യെസ്, അപ്പൊ ഇത് നമ്മുടെ റൈബോസോം ആണ്. അപ്പൊ റൈബോസോം ഇങ്ങനെ എവിടെയോ ഇരിക്കുക അല്ലെ, റൈബോസോം ഇങ്ങനെ എവിടെയോ ഇരിക്കുക. അപ്പോഴാണ് ആര് പുറത്തേക്ക് വന്നത്? mRNA പുറത്തേക്ക് വന്നത്. mRNA പുറത്തേക്ക് വന്നു അല്ലെ. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ്, മെസ്സേജ്, സന്ദേശങ്ങളും DNA-യിൽ നിന്ന് ക്യാരി ചെയ്തു. mRNA വാങ്ങി, എന്നിട്ട് mRNA പുറത്തേക്ക് വന്നു, ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് വന്നു. ഇപ്പൊ mRNA വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ റൈബോസോം വരും. ഇപ്പൊ mRNA ആണ് ഇത് കേട്ടോ, ഇത് mRNA ആണ്. അപ്പൊ mRNA വന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഈ റൈബോസോം mRNA-ന്റെ അടുത്തേക്ക് വരും. കണ്ടോ, റൈബോസോം mRNA-ന്റെ അടുത്തേക്ക് വരും. എന്തിനു വേണ്ടിയിട്ട്? ആ റൈബോസോമിൽ വെച്ചിട്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്? പ്രോട്ടീൻ നിർമ്മാണം, പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഇപ്പൊ mRNA റെഡിയാണ്, mRNA-ക്ക് അറിയാം എങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കണം, ഏത് ഉണ്ടാക്കണം എന്ന് അല്ലെ. റൈബോസോം ആണെങ്കിൽ സഹായിക്കും. പക്ഷേ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു മുത്തുമാലയാണ്. മുത്തുമാലയ്ക്ക് മുത്തുകൾ വേണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞ മുത്തുമാല ഉണ്ടാക്കിയിട്ടുള്ളത് അമിനോ ആസിഡുകൾ കൊണ്ടല്ലേ. അമിനോ ആസിഡുകൾ കോർത്ത് കോർത്തല്ലേ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റൂ. അമിനോ ആസിഡ് വേണ്ടേ? അമിനോ ആസിഡിനെ ആരാ കൊണ്ടുതരിക? tRNA. മറ്റൊരു RNA ഉണ്ട്, tRNA, ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യും? അമിനോ ആസിഡുകളായിട്ട് വരും. കണ്ടോ, ഈ അമിനോ ആസിഡുകളെല്ലാം ആർക്ക് കൊണ്ടുപോയി കൊടുക്കും? റൈബോസോമിലുള്ള mRNA-ക്ക് കൊണ്ടുപോയി കൊടുക്കും. mRNA വിവിധ തരം അമിനോ ആസിഡുകളെല്ലാം വാങ്ങി എന്ത് ചെയ്യും? ഇങ്ങനെ കോർത്ത് 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 എന്തുണ്ടാക്കും? പ്രോട്ടീൻ നിർമ്മിക്കും അല്ലെ. എന്തുണ്ടാക്കും? പ്രോട്ടീൻ നിർമ്മിക്കും. അമിനോ ആസിഡുകളെ കോർത്ത് കോർത്ത് പ്രോട്ടീൻ നിർമ്മിക്കും. ഇപ്പൊ അമിനോ ആസിഡുകളെ കോർക്കണമെങ്കിൽ അവിടെ ബോണ്ട് വേണ്ടേ? അമിനോ ആസിഡുകളുടെ ഇടയിൽ എന്ത് വേണം? ഇങ്ങനെ ബോണ്ട് വേണ്ടടാ, ബോണ്ട് വേണ്ടേ? ആ ബോണ്ട് ഫോർമേഷന് സഹായിക്കുന്നത് ആരാന്നറിയോ? റൈബോസോമിൽ കാണപ്പെടുന്ന മറ്റൊരു RNA ഉണ്ട്, അതാണ് rRNA. ഈ rRNA ആണ് അമിനോ ആസിഡുകളെ കോർക്കാൻ, ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ്. കണ്ടോ, അങ്ങനെ നമുക്ക് ഇവിടെ പ്രോട്ടീൻ കിട്ടി. ഇതാണ് പ്രോട്ടീൻ നിർമ്മാണം. സിമ്പിൾ അല്ലടാ, ഇതാണ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അതെന്താ സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്? മക്കളെ നോക്കിക്കേ, ആദ്യം DNA-യിൽ നിന്ന് mRNA ഉണ്ടായി അല്ലെ. എവിടെ? ന്യൂക്ലിയസിൽ. എന്നിട്ട് mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടായി. എവിടെയാ? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലുള്ള റൈബോസോമിൽ വെച്ചിട്ട് അല്ലെ. DNA-യിൽ നിന്ന് mRNA ഉണ്ടായാൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ട്രാൻസ്ക്രിപ്ഷൻ. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ട്രാൻസ്ലേഷൻ. പഠിക്കണം. അപ്പൊ പ്രോട്ടീൻ നിർമ്മാണത്തിലെ ഓരോ ഘട്ടങ്ങൾ ചോദിച്ചാൽ, സ്റ്റേജസ് ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം? ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ, DNA-യിൽ നിന്ന് mRNA ഉണ്ടായി. പിന്നെ ട്രാൻസ്ലേഷൻ, mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടായി. പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നത് എന്താ? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അതേ സമയത്ത് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം, കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രോസസ് ഏതാണ്? ട്രാൻസ്ലേഷൻ ആണ് അല്ലെ. എന്താണ്? ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നത് എന്താണ്? ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 3 തരം RNA-കളും തന്നിട്ടുണ്ട്. നമുക്ക് 3 RNA പഠിക്കാനുള്ളത്, 3 ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. rRNA ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈബോസോമിൽ കാണപ്പെടുന്ന RNA ആണ് റൈബോസോമൽ RNA
അതായത് rRNA, R ഫോർ റൈബോസോമൽ RNA. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താണടാ? അമിനോ ആസിഡുകളുടെ ഇടയിലുള്ള ബോണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതെന്താ RNA? tRNA ഫംഗ്ഷൻ എന്താ? ക്യാരീസ് വേരിയസ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് അല്ലെ, വേരിയസ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്, വിവിധ തരം അമിനോ ആസിഡുകളെ എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? എടാ ഇവരുടെ പേര് ട്രാൻസ്ഫർ RNA. tRNA എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെത്തിക്കുന്നു? അമിനോ ആസിഡിനെ എത്തിക്കുന്നു. അപ്പൊ ട്രാൻസ്ഫർ RNA എന്നല്ലേ വിളിക്കുക. അപ്പൊ ക്യാരീസ് വേരിയസ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ടു റൈബോസോം അല്ലെ, റൈബോസോമിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇതാരാ? മെസഞ്ചർ RNA, mRNA. M ഫോർ മെസഞ്ചർ, സന്ദേശങ്ങളുള്ള RNA, മെസഞ്ചർ RNA carries message or information, carries information. എന്തിനു വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ? ആരിൽ നിന്നുള്ള ഇൻഫർമേഷൻ? DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻ. ഇവർ DNA ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. DNA എന്ത് ചെയ്യും? ഇൻഫർമേഷനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു mRNA ഉണ്ടാക്കുക ചെയ്യുന്ന അല്ലെ. അപ്പൊ ക്യാരീസ് ഇൻഫർമേഷൻ ഫ്രം DNA. എന്തിനു വേണ്ടിയിട്ട് ഉള്ള ഇൻഫർമേഷനാ? ഫോർ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണത്തിനല്ലേ. ഓക്കെ അല്ലേ? സെറ്റ് അല്ല? അപ്പൊ ഇതാണ് 3 RNAയും അതിന്റെ ഫംഗ്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മക്കളെ ഈ ഒരു ഡയഗ്രാം ഉൾപ്പെട്ട് എന്താ ചെയ്യാ, ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോളൂ. mRNA ഉണ്ടാവുന്ന പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ, പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ് ട്രാൻസ്ലേഷൻ. കണ്ടില്ലേ? ഓക്കെ, കണ്ടോ? tRNA എന്താ ചെയ്യുന്നത്? ഓരോ അമിനോ ആസിഡിനെയും കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു rRNA ബോണ്ട് ഫോം ചെയ്യും, അമിനോ ആസിഡുകളുടെ ഇടയിലുള്ള ബോണ്ടുകൾ രൂപപ്പെടും. അങ്ങനെ അമിനോ ആസിഡുകൾ കുറത്ത് ഇവിടെ ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നു അല്ലെ. ഇതാണ് നമ്മുടെ റൈബോസോം കേട്ടോ. ഓക്കെ, യെസ്, സെറ്റ് ആയല്ലോ. അപ്പൊ ഇത്രയും നിങ്ങൾ ഇപ്പൊ പഠിച്ചോളുക. ഈ ചാപ്റ്റർ നമുക്ക് തീർന്നിട്ടില്ല. ഈ ചാപ്റ്റർ ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി ഒറ്റയടിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ പ്രാന്തായി പോവുക അല്ലെ. ആകെ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഈ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സേ ഉണ്ടാവുള്ളൂ. അതാണ് ഒരു 99.9% ഉറപ്പാണ്. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. നമ്മൾ സിമ്പിൾ ആയിട്ട് കാണണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്റർ, അതായത് സെക്കൻഡ് പാർട്ടിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു ജെനറ്റിക്സ് അല്ലെ, ജനിതക ശാസ്ത്രം. ഇത്തവണ അത് ഫസ്റ്റ് ചാപ്റ്റർ ആക്കി വെച്ചിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയ ചാപ്റ്ററാണ്. അതേപോലെ അടുത്ത ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എവല്യൂഷൻ, പരിണാമം. അതും അതിന്റെ കൂടെ തന്നെ നാഡീ വ്യവസ്ഥ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ചാപ്റ്റർ ആക്കിയിട്ടുള്ളത്. വളരെ വലിയ ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ. അപ്പൊ രണ്ടും കൂടി നല്ല കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ മക്കൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓണപരീക്ഷ നമുക്ക് പൊടി പൊടിക്കാം. നമ്മൾ RKNX ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി വെച്ചോളൂ. പാർട്ട് 2 ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വരുന്നുണ്ട്. സോ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ SCRT ലൈൻ ബൈ ലൈൻ ഒക്കെ പഠിക്കേണ്ട, എല്ലാ പ്രോബ്ലംസും പഠിക്കേണ്ട, എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് പഠിക്കണമെങ്കിൽ അല്ലെ നമ്മൾ RKNX വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരിക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ അശ്വിനി മിസ് പോവാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.